elaborate part of it we'll explain as soon as we get the copies. Thank you. അവിടെ നിന്ന് അഭിഭാഷകരുടെ പ്രതികരണമാണ് വരുന്നത്. അവരെന്താണ് സംസാരിച്ചത് നമുക്ക് ആ പ്രതികരണം അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബലു, CBIയിലുള്ള വിശ്വാസമില്ല, CBI കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല എന്നൊക്കെ കുടുംബാംഗങ്ങൾ പറയുന്നു. The parents are partially happy, and the main point is that the parents wanted to convey before this learned court through us that yes, there are discrepancy in this investigating procedure. So we have pointed that out, and the state has been reflected in the judgment. That is what. হ্যাঁ বলছি, অবশ্যই অ্যাপিলের প্রভিশন খোলা আছে, এবং the court has specifically stated that liability of state is to give protection to the daughter when she was on duty. So এই কারণে এই যে কম্পেনসেশনটা দেওয়া হয়েছে, সেই কম্পেনসেশনের পার্টটা ইজ অফ ফর দিস। फैमिली ने डिनाई किया, तो फैमिली ने जब डिनाई किया तब कोर्ट ने मतलब कैटेगरिकली बोला है कि लायबिलिटी ऑफ द स्टेट इज टू गिव प्रोटेक्शन टू ഡ്യൂട്ടിയിലിരുന്ന ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സംസ്ഥാനത്തിന്റെ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയുള്ളതായിരുന്നു ഉദ്ദേശം എന്നൊക്കെ അങ്ങനെയുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് പ്രതികരണം അല്പസമയത്തിന് തന്നെ പൂർണ്ണ രൂപത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബാലു തുടരുന്നുണ്ട്. ബാലു, ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ കുടുംബം എന്തായാലും ഇതിലിപ്പോൾ നഷ്ടപരിഹാരം വേണ്ടെന്ന് ഡോക്ടറുടെ കുടുംബം പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒപ്പം തന്നെ അവർ പ്രതീക്ഷിച്ചൊരു ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. ഒപ്പം കൂടുതൽ പേർ ഇതിൽ പ്രതികളാണെന്ന് കുടുംബം ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ അന്വേഷണം വേണം, നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെ കുടുംബം പറയുകയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ രീതിയിൽ നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഒപ്പം തന്നെ സർക്കാരിന് ഇനി മറ്റൊരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള സാധ്യത ഉണ്ടോ, നിയമസാധുതയൊക്കെ ഉണ്ടോ, എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? വിധി പേർപ്പ് കിട്ടിയിട്ടില്ലെന്നറിയാം, എങ്കിൽ പോലും സ്വാഭാവികതയും അക്ഷയ ജോലിക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് 17 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഒരു നിർദ്ദേശം ഈ ഉത്തരവിൽ സിയാൽദ കോടതി ജഡ്ജി നിർദ്ദേശിച്ചിരുന്നു. കാരണം സംസ്ഥാനത്തിന് ഇതിന് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. ഒരു പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ്. ജോലി സമയത്തിനുള്ളിൽ ഇടയിൽ ഈ നടന്ന സംഭവം എന്ന നിലയിൽ 17 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണമെന്നും ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു. പക്ഷേ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ട എന്നും ഈ നീതിയാണ് വേണ്ടതെന്നുമാണ് ഇപ്പോൾ ഇരയുടെ, അതായത് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ, കൊല ചെയ്യപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിധിയിൽ CBIക്കും പൂർണ്ണ തൃപ്തിയില്ല. വിധിയുടെ പൂർണ്ണ രൂപം വിധിപ്പകർപ്പ് തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. വിധിപ്പകർപ്പ് ലഭ്യമായതിനു ശേഷം അപ്പീൽ നൽകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ CBI അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ CBIയും, അതായത് കേസിലെ പ്രോസിക്യൂട്ടറായ CBIയും അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും മേൽക്കോടതിയെ, കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം CBIയുടെ ഭാഗത്ത് നിന്ന് ഈ വിധിപ്പകർപ്പ് ലഭ്യമായതിനു ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാരണം സ്വാഭാവികമായും ഇതിൽ ഈ വിധിപ്പകർപ്പ് ലഭിക്കണം, തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ പരിശോധനകൾ നടത്തണം, അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ വധശിക്ഷ നൽകാത്തതിൽ, ഈ പ്രതിക്ക് വധശിക്ഷ നൽകാത്തതിൽ CBIക്ക് പൂർണ്ണമായ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ CBI അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CBI അപ്പീൽ പോയില്ല എങ്കിൽ കൂടിയും ഈ മാതാപിതാക്കൾ ഈ ശിക്ഷയ്ക്കെതിരെ, അതായത് ഈ ശിക്ഷ വധശിക്ഷ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ നൽകുവാനാണ് സാധ്യത. നേരത്തെ ഈ ബൈറ്റൊക്കെ നൽകുമ്പോൾ അഭിഭാഷകരൊക്കെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ വിധിയുടെ പൂർണ്ണ രൂപം ആർക്കും ലഭ്യമായിട്ടില്ല. ഇതിന്റെ ഹ്രസ്വമായ ഭാഗം മാത്രമാണ് കോടതിയിൽ നിന്ന് ഈ ജഡ്ജി അനിർബൻ ദാസ് വായിച്ചത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം ലഭ്യമായതിനു ശേഷമേ ഇക്കാര്യത്തിൽ ഇതിൽ ഉള്ള തുടർ നടപടികൾ സംബന്ധിച്ച ഈ പ്രോസിക്യൂട്ടർക്കും അതുപോലെ
അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾക്കുമൊക്കെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ പൊതുവെ ഈ വിധി സ്വാഗതം ചെയ്യപ്പെടുകയല്ല, മറിച്ച് ഒരു നിരാശയാണ് പൊതുവെ കൊൽക്കത്തയിലും മറ്റും കൊൽക്കത്തയിൽ ഈ സിയാൽദ കോടതിക്ക് ചുറ്റും തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമെന്നായിരുന്നു ഏറെക്കുറെ ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാത്തതിലുള്ള നിരാശ പൊതുവെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഈ കൊല ചെയ്യപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ സഹപ്രവർത്തകർക്കുമൊക്കെ ഉണ്ട്. ഈ കൊൽക്കത്ത കോടതിയിൽ വിധി കേൾക്കുന്നതിന് അതിൻ്റെ സമീപത്ത് വിധി കേൾക്കുന്നതിനായി എത്തിയ പലരും ഈ വിധിയിലുള്ള നിരാശ ഇതിനോടകം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ, അതാണ് എന്തൊക്കെയാണ് പരിഗണിച്ചത്, എന്തൊക്കെയാണ് പരാമർശിച്ചത്, എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കാതെ കോടതി ഇതിനെ നോക്കിക്കാണുന്നത്, അതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ മാധ്യമപ്രവർത്തകരോട് അഭിഭാഷകരോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ വാക്കുകളിലും നിറഞ്ഞു നിന്നത് ആ നിരാശ തന്നെയാണെന്നതിൽ സംശയമില്ല. ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയുണ്ട്, അതിലേക്ക് എത്തിയില്ല. മരണം വരെ ജീവപര്യന്തം എന്നുള്ളൊരു വിധി പ്രസ്താവിക്കുന്നിടത്തേക്ക് കോടതി എത്തി നിൽക്കുന്ന അവിടെ വെച്ച് നിന്നുപോകുന്നത് എന്തുകൊണ്ടാണ്? എന്തായാലും കുടുംബമാകെ വലിയ നിരാശയിലാണ്, അവർ വിഷമത്തിൽ തന്നെയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് തൂക്കുകയർ എന്നുള്ളത് തന്നെയായിരുന്നു. 17 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒരു നഷ്ടപരിഹാരവും തങ്ങൾക്ക് വേണ്ട എന്ന് കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക്, കൂടുതൽ അപ്പീലുകളിലേക്കൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. ഒപ്പം തന്നെ വിധിയുടെ പൂർണ്ണരൂപം, വിധി പകർപ്പ് എന്താണെന്ന് ലഭ്യമായാൽ മാത്രമേ നമുക്കും എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായിട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ കൊല ചെയ്യപ്പെട്ട, ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊല ചെയ്യപ്പെട്ട കേസ് കോടതി പരിഗണിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബി ബാലഗോപാൽ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.